നമസ്കാരം, ന്യൂസ് 11:30 സ്വാഗതം. പൊതുമരാമത്ത് റോഡുകളിൽ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തിയ ആദ്യത്തെ റോഡെന്ന ഖ്യാതിയുള്ള കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡ് നിർമ്മാണം പൂർത്തിയായി ഉദ്ഘാടനത്തിനൊരുങ്ങി. ഒക്ടോബർ 27-ന് പൊതുജനങ്ങൾക്ക് തുറന്നു നൽകും. ഉദ്ഘാടനം നാടിന്റെ ഉത്സവമാക്കി മാറ്റുന്നതിന് വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു. ഒക്ടോബർ 27-ന് പകൽ 5-ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. AC മൊയ്തീൻ MLA അധ്യക്ഷത വഹിക്കും. പന്നിത്തടത്ത് നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം AC മൊയ്തീൻ MLA അധ്യക്ഷനായി. ഇത് കടന്നുപോകുന്ന 4 പഞ്ചായത്തുകൾ കൂടിയാണ്. ഓർക്കുളം, ചൊവ്വന്നൂർ, കടങ്ങോട്, ചൂണ്ടൽ പഞ്ചായത്ത് 2 നിയോജകമണ്ഡലങ്ങളിൽ കൂടിയാണ് റോഡ് കടന്നു പോകുന്നത്. അപ്പോൾ ആ പരിപാടി 27-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് നടക്കുന്ന പരിപാടി നല്ല ജനപങ്കാളിത്തത്തോടുകൂടി നടപ്പാക്കാൻ വേണ്ടിയുള്ള ഒരു സംഘാടക സമിതി രൂപീകരിക്കാനാണ് നമ്മളിവിടെ ചേർന്നിട്ടുള്ളത്. സംഘാടക സമിതി രൂപീകരിച്ച സംഘാടക സമിതി തീരുമാനിക്കുന്ന അടിസ്ഥാനത്തിൽ നമുക്ക് കാര്യങ്ങൾ നിർവഹിച്ച് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനാവും എന്നാണ് ഞാൻ കരുതുന്നത്. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ജലീൽ ആദൂർ, AV വല്ലഭൻ, കിഫ്ബി അസിസ്റ്റന്റ് എഞ്ചിനീയർ EI സജിത്ത്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ K രാമകൃഷ്ണൻ, മീന സാജൻ, രേഖ സുനിൽ എന്നിവർ സംസാരിച്ചു. കുന്നംകുളം നഗരപ്രദേശത്തെ ഗതാഗത തിരക്ക് കുറയ്ക്കുകയും തൃശൂരിൽ നിന്ന് കേരളത്തിന്റെ ഉത്തര മേഖലകളിലേക്കുള്ള യാത്ര കൂടുതൽ സുഗമമാക്കുകയും ചെയ്യുന്നതിനായി നടപ്പാക്കിയ കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡിന്റെ നവീകരണ പ്രവൃത്തികളാണ് പൂർത്തിയായത്. കിഫ്ബിയുടെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് 12 മീറ്റർ വീതിയിലാണ് റോഡിന്റെ നവീകരണം നടപ്പിലാക്കിയിരിക്കുന്നത്. BMBC ടാറിംഗ് ഉൾപ്പെടെ IRC മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള റോഡ് സുരക്ഷാ സംവിധാനങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാബ് കൺസ്ട്രക്ഷൻ ഇന്ത് പ്രൈവറ്റ് ലിമിറ്റഡ് കരാർ കമ്പനിക്കായിരുന്നു നിർമ്മാണ ചുമതല. 1.90 കിലോമീറ്റർ നീളത്തിൽ വയലിലൂടെ കടന്നുപോകുന്ന ഭാഗങ്ങളിൽ ആധുനിക സാങ്കേതികവിദ്യയായ ജിയോ ടെക്സ്റ്റൈൽ സംവിധാനം വിരിച്ച് സബ്ഗ്രേഡ് ബലപ്പെടുത്തിയാണ് റോഡ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ സാങ്കേതികവിദ്യ പ്രയോഗിച്ചുള്ള ആദ്യത്തെ പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡാണ് കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ്. പദ്ധതിയുടെ ഭാഗമായി പന്നിത്തടം ജംഗ്ഷനിൽ 19.39 ലക്ഷം രൂപ ചെലവിൽ കെൽട്രോണിന്റെ നേതൃത്വത്തിൽ സോളാർ പവേർഡ് ഓട്ടോമാറ്റിക് ട്രാഫിക് സിഗ്നൽ സംവിധാനം സ്ഥാപിച്ചിട്ടുണ്ട്. ജംഗ്ഷനിൽ വർദ്ധിച്ചുവരുന്ന വാഹനാപകടങ്ങൾ പരിഗണിച്ച് ഈ സിഗ്നൽ സംവിധാനം നടപ്പിലാക്കിയതോടൊപ്പം സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി യെല്ലോ ബോക്സ് മാർക്കിംഗ് എന്നറിയപ്പെടുന്ന റോഡ് മാർക്കിംഗും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡുകളിൽ ഇത്തരത്തിലുള്ള മാർക്കിംഗ് നടപ്പിലാക്കുന്നത് ഇതാദ്യമായാണ്. റിവൈസ്ഡ് എസ്റ്റിമേറ്റ് പ്രകാരം പദ്ധതിയുടെ ആകെ ചെലവ് 48.59 കോടിയിൽ നിന്നും 54.61 കോടിയായി ഉയർത്തുകയും ചെയ്തു. പഴഞ്ഞി കോട്ടൂൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ആരോഗ്യ പ്രവർത്തകർക്ക് നേരെ ഗുണ്ട ആക്രമണം. മെയിൽ നഴ്സ് ഫൈസൽ, ആംബുലൻസിലെ ജീവനക്കാരി അശ്വിനി, ആശുപത്രി അറ്റൻഡർ അനിതകുമാരി എന്നിവർക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. സംഭവത്തിൽ കുന്നംകുളം പോലീസ് കേസെടുത്തു. വെള്ളിയാഴ്ച വൈകിട്ട് 6:30-യോടെയാണ് സംഭവം. അച്ഛനെ ചികിത്സിക്കാനായി എത്തിയ ഐനൂർ സ്വദേശിയായ യുവാവും ഇയാൾക്കൊപ്പം എത്തിയ 2 യുവാക്കളുമാണ് ആക്രമണം നടത്തിയത്. അക്രമികൾ മെയിൽ നഴ്സിന്റെ ഫോൺ പിടിച്ചു വാങ്ങി ഓടി രക്ഷപ്പെട്ടതായും പറയുന്നു. കുന്നംകുളം ഇട്ടിമാണി ആശുപത്രിയിലെ ഹെർണിയ ചികിത്സയ്ക്കിടെ വെള്ളറക്കാട് സ്വദേശിയായ യുവാവ് മരിച്ച സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. വെള്ളറക്കാട് ചിറമനേങ്ങാട് സ്വദേശി പൊള്ളൻതറയ്ക്കൽ വീട്ടിൽ 41 വയസ്സുള്ള ഇല്യാസാണ് മരിച്ചത്. ഡോക്ടറുടെ ചികിത്സാ പിഴവിനെ തുടർന്നാണ് മരിച്ചതെന്ന് FIR-ൽ പറയുന്നു. അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ വേണമെന്ന് ബന്ധുക്കൾ പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം സംസ്കാരം നടത്തും. വ്യാഴാഴ്ച വൈകിട്ട് 4:30-യോടെയാണ് ഹെർണിയയ്ക്കുള്ള ഓപ്പറേഷൻ നടത്തുന്നതിനിടെ ഇല്യാസ് മരിച്ചത്. ശ്വാസമെടുക്കാനുണ്ടായ ബുദ്ധിമുട്ടാണ് മരണകാരണമെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. എന്നാൽ അനസ്തേഷ്യ നൽകിയതിലുള്ള അപാകതയാണ് മരണത്തിന് കാരണമെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. തുടർന്ന് സഹോദരൻ കുന്നംകുളം പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ആശുപത്രിക്കെതിരെ കേസെടുത്തത്. ഇട്ടിമാണി ആശുപത്രിയിലെ ചികിത്സാ പിഴവ് മൂലം യുവാവ് മരണപ്പെട്ട സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ ബന്ധപ്പെട്ടവർ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് DYFI കുന്നംകുളം ഈസ്റ്റ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ബാലാജി മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് ട്രഷറർ AK അഖിൽ അധ്യക്ഷനായി. DYFI സംസ്ഥാന കമ്മിറ്റി അംഗം സുകന്യ ബൈജു, ബ്ലോക്ക് പ്രസിഡന്റ് NS ജിഷ്ണു, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സച്ചിൻ പ്രകാശ് എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറിമാരായ KU ഗോപകുമാർ,
MR രജീഷ് എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. നടപടികളെടുത്ത് ഇവിടെ മുന്നോട്ട് പോകണമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ചെറുപ്പക്കാരൻ ധർമ്മയുമായി ബന്ധപ്പെട്ട് കുന്നംകുളത്തെ ഇട്ടിമാണി ഹോസ്പിറ്റലിൽ CPM-ന്റെ ജില്ലാ സെക്രട്ടറി തീപാറും പോരാട്ടത്തിൽ കായിക മാമാങ്കം. തൃശൂർ റവന്യൂ ജില്ലാ കായികമേള ഓട്ടമത്സരത്തിൽ PP ആൻ ഇരട്ട സ്വർണം സ്വന്തമാക്കി. 3000 മീറ്റർ, 1500 മീറ്റർ ജൂനിയർ ഗേൾസ് ഓട്ടമത്സരത്തിൽ ആൻ സ്വർണം നേടി. തൃശൂർ കാൽഡിയൻ സിറിയൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. 800 മീറ്റർ ഓട്ടത്തിൽ 2ാം സ്ഥാനവും നേടി. 4 വർഷത്തോളമായി കായികാധ്യാപകൻ TV ആന്റോയുടെ കീഴിലായിരുന്നു പരിശീലനം. പറവട്ടാണി പുളിക്കൽ വീട്ടിൽ പ്രശാന്ത് ആന്റണി ശാരിക ദമ്പതികളുടെ മകളാണ്. ഹാർഡിൽസിലും റിലേയിലും TV റോസ്മോൾക്ക് ഇരട്ട സ്വർണം. സീനിയർ ഗേൾസ് വിഭാഗം 400 മീറ്റർ ഹാർഡിൽസിലും 100 മീറ്റർ റിലേയിലുമാണ് സ്വർണം. തൃശൂർ കാൽഡിയൻ സിറിയൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിനിയാണ് റോസ്മോൾ. 5 വർഷമായി കായികാധ്യാപകൻ TV ആന്റോയുടെ കീഴിലായിരുന്നു പരിശീലനം. ഒല്ലൂർക്കര താണിക്കൽ വീട്ടിൽ ബിനോയ് ദിവ്യ ദമ്പതികളുടെ മകളാണ്. ഞമനേങ്ങാട് തിയേറ്റർ വില്ലേജ് സംഘടിപ്പിക്കുന്ന അഭിനയ പരിശീലന പദ്ധതി ഭാവരസയുടെ 2ാം ഭാഗത്തിന് തുടക്കമായി. 3 ദിവസങ്ങളിലായി കുനമുച്ചി കലാ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ക്യാമ്പ് കലാ നിർവാഹക സമിതി അംഗവും ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് മുൻ സ്ഥിരം സമിതി ചെയർമാനുമായ MK ആന്റണി ഉദ്ഘാടനം ചെയ്തു. ഞമനേങ്ങാട് തിയേറ്റർ വില്ലേജ് ചെയർമാൻ രാജൻ പുഷ്പാഞ്ജലി അധ്യക്ഷനായി. കലാ സെക്രട്ടറി TV ജോൺസൺ, ഞമനേങ്ങാട് തിയേറ്റർ വില്ലേജ് പ്രസിഡന്റ് സുനിൽ ചന്ദ്രൻ, സെക്രട്ടറി പ്രദീപ് നാരായണൻ എന്നിവർ സംസാരിച്ചു. ഗംഭീരമായിട്ട് ചെറിയ സമയമുള്ളൂവെങ്കിലും വളരെ മനോഹരമായിട്ടും അതിഗംഭീരമായിട്ടും ഞാനൊക്കെ അതിശയിക്കുന്ന തലത്തിലേക്കായിരുന്നു കഴിഞ്ഞ അധ്യായം അവസാനിച്ചത്. NTV എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഞമനേങ്ങാട് തിയേറ്റർ വില്ലേജ് കഴിഞ്ഞ 10 വർഷത്തിനിടെ ഏകദേശം 20ഓളം നാടക പരിശീലന പദ്ധതികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. നാടകരംഗത്ത് സജീവമായ പ്രഗത്ഭരെ ഉൾപ്പെടുത്തി ഈ വർഷം തുടക്കം കുറിച്ച ഭാവരസയുടെ 2ാം ഭാഗമാണ് ഇപ്പോൾ നടക്കുന്നത്. ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കലൈക്കുഴു, കുനമുച്ചി കല എന്നീ സംഘടനകളുടെ സഹകരണത്തോടെയാണ് അഭിനയ പരിശീലന പദ്ധതിക്ക് രൂപം കൊടുത്തിരിക്കുന്നത്. ഈ വർഷത്തെ ബാദൽ സർക്കാർ അവാർഡ് ജേതാവായ പ്രശസ്ത നാടക പ്രവർത്തകൻ പ്രളയനാണ് ഭാവരസ ചാപ്റ്റർ 2ന് നേതൃത്വം നൽകുന്നത്. ദിവസവും വൈകുന്നേരം 6 മണി മുതൽ 9 മണി വരെയാണ് ക്യാമ്പ്. ക്യാമ്പിൽ 20ഓളം പേർ പങ്കെടുക്കുന്നുണ്ട്. കുന്നംകുളത്ത് INTUC രൂപീകരണത്തിന് നേതൃത്വം കൊടുത്ത ജോർജ് എന്നിവരുടെ രക്തസാക്ഷിത്വത്തിന്റെ 50ാം വർഷത്തിൽ ആർത്താറ്റ് പള്ളി സെമിത്തേരിയിൽ രക്തസാക്ഷികളുടെ ശവകുടീരത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. INTUC സംസ്ഥാന സമിതി അംഗം KC ബാബു അധ്യക്ഷത വഹിച്ചു. KPCC മെമ്പർ ജോസഫ് ചാലിശ്ശേരി അനുസ്മരണ പ്രഭാഷണം നടത്തി. DCC സെക്രട്ടറി ബിജോയ് ബാബു, ബ്ലോക്ക് പ്രസിഡന്റ് CB രാജീവ്, മുൻ ബ്ലോക്ക് പ്രസിഡന്റ് K ജയശങ്കർ, കുന്നംകുളം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് PI തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു. ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയുടെ ഭാഗമായി കൃഷിവകുപ്പും തൃത്താല ബ്ലോക്കും സംയുക്തമായി കിസാൻ മേള സംഘടിപ്പിച്ചു. കൂറ്റനാട് ഫാം നെറ്റിൽ നടക്കുന്ന കിസാൻ മേളയുടെ ഉദ്ഘാടനം തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VP റെജീന നിർവഹിച്ചു. ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ അധ്യക്ഷത വഹിച്ചു. തൃത്താല കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ മാരിയത്ത് കിബിത്തിയ പദ്ധതി വിശദീകരണം നടത്തി. ചാലിശ്ശേരി കൃഷിഭവനിൽ നിന്നും സ്ഥാനക്കയറ്റം ലഭിച്ചു പോകുന്ന കൃഷി ഓഫീസർ സുദർശൻ രാമകൃഷ്ണനെ ചടങ്ങിൽ ആദരിച്ചു. നെൽകൃഷിയിലെ നൂതന സൂക്ഷ്മ വളപ്രയോഗങ്ങൾ, കീട പ്രതിരോധ മാർഗങ്ങൾ സംബന്ധിച്ച് കൃഷി വിദഗ്ധർ അമലും ബിജോയും ക്ലാസ് എടുത്തു. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ആനി വിനു, പഞ്ചായത്ത് അംഗം ഫാത്തിമത്ത് സിൽജ, CDS ചെയർപേഴ്സൺ ലത സൽഗുണൻ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു. കൃഷിയുമായി ബന്ധപ്പെട്ട വിവിധ മേഖലകളിൽ നിന്നുള്ള സ്റ്റാളുകൾ ഒരുക്കിയ മേള ശനിയാഴ്ച വൈകിട്ട് സമാപിക്കും. തൊഴിയൂർ CM UP സ്കൂളിലെ പുതുതായി നിർമ്മിക്കുന്ന അടുക്കളയുടെ ശിലാസ്ഥാപന കർമ്മം MLA NK അക്ബർ നിർവഹിച്ചു. MLAയുടെ SDF ഫണ്ടിൽ ഉൾപ്പെടുത്തി 8 ലക്ഷം രൂപ ചെലവിട്ടാണ് 303 സ്ക്വയർ ഫീറ്റുള്ള അടുക്കള നിർമ്മിക്കുന്നത്. മലബാർ സ്വതന്ത്ര സുറിയാനി സഭ മെത്രാപ്പൊലിത്ത സിറിൽ മാർ ബസേലിയോസ് മുഖ്യാതിഥിയായിരുന്നു. വാർഡ് കൗൺസിലർ സുഹറ ഹംസമോൻ, MISC കോർപ്പറേറ്റ് മാനേജർ ഫാദർ വർഗീസ് വാഴപ്പിള്ളി, OSS സെക്രട്ടറി MB ഉല്ലാസ്,
ചാവക്കാട് NMO ജിൻസ് ലാസറസ്, PTA പ്രസിഡന്റ് T രമേശ് തുടങ്ങിയവർ പങ്കെടുത്തു. ഒരുമനൂർ പഞ്ചായത്തിൽ 5 വർഷത്തെ വികസന നേട്ടങ്ങളെ അടയാളപ്പെടുത്തിക്കൊണ്ട് വികസന സദസ്സ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വികസന രേഖ പ്രകാശനം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് വിജിത സന്തോഷ് അധ്യക്ഷത വഹിച്ചു. വികസന പ്രവർത്തനങ്ങൾക്കായി ഭൂമി വിട്ടു നൽകിയ കബീർ മുഹമ്മദ് അലി, നബീസുകുട്ടി, അഡ്വക്കേറ്റ് മാങ്ങോട്ട് രാമകൃഷ്ണ മേനോൻ, ഉമ്മർകോയ ഹാജി എന്നിവരെയും നെഹ്റു ട്രോഫി വള്ളംകളിയിൽ പങ്കെടുത്ത സൺറൈസ് ക്ലബ്ബ് അംഗങ്ങളെയും ആദരിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KH കയ്യുമു, KV രവീന്ദ്രൻ, ET ഫിലോമിന, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷൈനി ഷാജി, പഞ്ചായത്ത് മെമ്പർമാർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും ദേശീയ പ്രാണിജന്യ രോഗ നിയന്ത്രണ വിഭാഗം തൃശൂരും സംയുക്തമായി അതിഥി തൊഴിലാളികൾക്കായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. സൗജന്യ മെഡിക്കൽ പരിശോധന, രക്തപരിശോധന, രക്തസമ്മർദ്ദം, ശ്വാസകോശ പരിശോധന, ത്വക്ക് പരിശോധന, ശുചിത്വ ബോധവൽക്കരണം തുടങ്ങിയ സേവനങ്ങൾ ക്യാമ്പിൽ ഒരുക്കിയിരുന്നു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KP ചിന്തയുടെ നിർദ്ദേശപ്രകാരം അരിയന്നൂർ, നമ്പഴിക്കാട് കേന്ദ്രങ്ങളിൽ രാത്രി 7 മണി മുതൽ 9:30 വരെ നടന്ന ക്യാമ്പിന് തൃശൂരിലെ ആരോഗ്യ പ്രവർത്തകരായ KS വിധുല, നെഹ്മിയ ഡെന്നി, റെജി മേക്കാട്ടിൻ, കണ്ടാണശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രം ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ബിഞ്ചു ജേക്കബ് C, ബിജു VL, ശരത് TS തുടങ്ങിയവർ നേതൃത്വം നൽകി. RSSനെതിരെ കുറിപ്പെഴുതി യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ ജാഗ്രതാ സദസ്സുമായി ഡിവൈഎഫ്ഐ ചാവക്കാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജാഗ്രതാ സദസ്സ് സംഘടിപ്പിച്ചു. ബാലഗോകുലത്തിന്റെ മറവിൽ RSS ശാഖയിൽ നടന്ന ബാലപീഡനമാണിതെന്നും സമഗ്ര അന്വേഷണം വേണമെന്നും ഡിവൈഎഫ്ഐ ആവശ്യപ്പെട്ടു. ഗുരുവായൂർ പടിഞ്ഞാറേനടയിൽ സംഘടിപ്പിച്ച ജാഗ്രതാ സദസ്സ് NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് KS അനൂപ് അധ്യക്ഷത വഹിച്ചു. K പ്രജീഷ്, ഡിവൈഎഫ്ഐ ജില്ലാ ജോയിന്റ് സെക്രട്ടറി എറിൻ ആന്റണി, ജില്ലാ കമ്മിറ്റി അംഗം TG രഹന, ബ്ലോക്ക് ട്രഷറർ TM ഷെഫീഖ് തുടങ്ങിയവർ സംസാരിച്ചു. അവിടെ അമ്പാടിയിലെ കണ്ണനെ അല്ല അവിടെ സൃഷ്ടിക്കുന്നത്, അവിടെ ദുശാസനന്മാരെ സൃഷ്ടിക്കുന്നു. വസ്ത്രാക്ഷേപം നടത്തുന്ന ദുശാസനന്മാരെയാണ്, ലൈംഗികമായി പീഡിപ്പിക്കുന്ന ഭീകരന്മാരെയാണ്, അവിടെ രാവണന്മാരെയാണ് RSS സൃഷ്ടിക്കുന്നത് എന്നാണ് അനന്തുവിന്റെ വീഡിയോയിലൂടെ ഈ രാജ്യത്തോട് വിളിച്ചു പറയുന്നത്. ശബരിമലയിലെ സ്വർണ്ണ വിഷയത്തിൽ മന്ത്രി VN വാസവൻ രാജിവെക്കണമെന്ന് കോൺഗ്രസിന്റെ ആവശ്യം തികച്ചും അസംബന്ധമെന്ന് ഗുരുവായൂർ MLA NK അക്ബർ. 2019 VN വാസവൻ കോട്ടയം ജില്ലാ സെക്രട്ടറിയായിരുന്നു. അന്ന് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പോലുമാകാത്ത ആൾ ഇന്ന് രാജിവെക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുമ്പോൾ ഉളുപ്പില്ലായ്മയാണ് കാണുന്നതെന്നും MLA പറഞ്ഞു. ബാലഗോകുലത്തിന്റെ മറവിൽ RSS അനന്തു അജിയെ കൊന്നതാണെന്നാരോപിച്ച് ഡിവൈഎഫ്ഐ ചാവക്കാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജാഗ്രതാ സദസ്സിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതിലും വലിയ ഒരു അസംബന്ധം മുദ്രാവാക്യമായി സ്വീകരിച്ച് ജാഥ നടത്താൻ കോൺഗ്രസിനല്ലാതെ വേറെ ഏതെങ്കിലും പ്രസ്ഥാനത്തിന് ഉളുപ്പുണ്ടാവും? ഉളുപ്പ് എന്ന് പറയുന്നൊരു സാധനം ഉണ്ടെങ്കിൽ ഉണ്ടാകുമോ? കോട്ടയം ജില്ലാ സെക്രട്ടറി രാജിവെക്കണം എന്നാണ്. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഇതിപ്പോ 2025 ഒക്ടോബർ മാസത്തിൽ ഇവിടെ ഒരു സംഭവം നടക്കുകയാണെന്നില്ല. ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ട് നമ്മുടെ പ്രിയങ്കരനായ അബ്ദുൽ ഖാദർ ഏതെങ്കിലും ഒരു ഭരണപരമായ ചുമതല വഹിക്കുന്നുണ്ടെന്ന് കൂട്ടുക. ആ സമയത്ത് അബ്ദുൽ ഖാദർ രാജിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യം വെച്ചുകൊണ്ട് ഒരു സമരം നടത്തുന്ന പോലെയല്ലേ ഇത്? ഒരു പഞ്ചായത്ത് മെമ്പർ പോലും 2019 വാസവൻ രാജിവെക്കണം എന്ന് പറയുക. കോതച്ചിറ ചിറക്കൽ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ 2024 വർഷത്തെ കുട്ടികളുടെ പഞ്ചാരിമേളം അരങ്ങേറ്റം ഒക്ടോബർ 19 ഞായറാഴ്ച നടക്കും. വൈകുന്നേരം 6:30 ക്ഷേത്രാങ്കണത്തിൽ പെൺകുട്ടികൾ ഉൾപ്പെടെ 10 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ള കലാകാരന്മാർ അരങ്ങേറ്റം കുറിക്കും. പ്രശസ്ത മദ്ദള കലാകാരനും കലാമണ്ഡലത്തിലെ മദ്ദള മേധാവിയുമായിരുന്ന കലാമണ്ഡലം കുട്ടിനാരായണൻ ഉദ്ഘാടനം ചെയ്യും. ജനപ്രതിനിധികളും ക്ഷേത്രം ഭാരവാഹികളും വിവിധ പുരാഘോഷ കമ്മിറ്റി ഭാരവാഹികളും പങ്കെടുക്കും. വരത്തൂർ ഈസ്റ്റ് ALP സ്കൂളിൽ ഹെൽത്ത് ക്ലബിന്റെ നേതൃത്വത്തിൽ ലോക കൈകഴുകൽ ദിനത്തിന്റെ ഭാഗമായി വിവിധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. സ്കൂൾ അസംബ്ലിയിൽ ഹെഡ്മാസ്റ്റർ ജിയോ ജോർജ് V ക്ലാസ് എടുത്തു. സ്കിറ്റും പോസ്റ്റർ പ്രദർശനവും സംഘടിപ്പിച്ചിരുന്നു. അധ്യാപകർ നേതൃത്വം നൽകി.
ഇതോടെ ന്യൂസ് അറ്റ് 11:30 സമാപിക്കുന്നു. നമസ്കാരം.